കമേഴ്സ്യൽ സിനിമകൾ എന്ന് വിളിപ്പേരുള്ള എന്നാൽ ആർട്ട് ഹൗസ് സിനിമകളിലേക്ക് ഒരു ചായവുള്ള മലയാളം പടങ്ങളിലേക്ക് ഞാൻ നോക്കാറേയില്ല. ഈ ഒരു തരം സിനിമകളെ തിരിച്ചറിയുന്നത് പ്രധാനമായും സംവിധായകന്റെയോ എഴുത്തുകാരന്റെയോ പേര് നോക്കി തന്നെയാണ്. എന്നാൽ അതിലൊരു എക്സെപ്ഷനാണ് ബ്ലസ്സി എന്ന സംവിധായകന്റെ സിനിമകൾ. നടന്മാർക്ക് മാക്സിമം അഭിനയിച്ച് കാണിക്കാനുള്ള കഥകൾ മാത്രമേ അദ്ദേഹം കൊണ്ടുവരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുടെ സിനിമകളിൽ വമ്പൻ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതേസമയം ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി മറ്റൊരു പോയിന്റിൽ അവസാനിക്കുന്ന കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു കഥയും അതിനകത്തുണ്ടാവും. അങ്ങനെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളും കൃത്യമായ ഒരു കഥയും ഉണ്ടായിരുന്ന മറ്റൊരു ബ്ലസ്സി സിനിമയായിരുന്നു ഭ്രമരം. എന്നാൽ അദ്ദേഹം ചെയ്ത മറ്റ് സിനിമകളിൽ നിന്ന് കമേഴ്സ്യൽ ആസ്പെക്ടിൽ നോക്കുമ്പോൾ ഈ സിനിമ ഒരു പടി മുകളിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തുടക്കം മുതൽ നായക കഥാപാത്രത്തെ വെച്ചുകൊണ്ട് തന്നെ ഇതാരാണ്, ഇയാൾ എന്താണ് എന്നൊക്കെയുള്ള ഒരു സസ്പെൻസ് അല്ലെങ്കിൽ മിസ്റ്ററി ഈ സിനിമയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ അതിലേക്ക് ഇൻവോൾവ് ആയി പിടിച്ചിരുത്തുക എന്നൊരു കൊമേഴ്സ്യൽ സിനിമയുടെ ധർമ്മവും ഈ സിനിമ വഹിക്കുന്നുണ്ട്. പിന്നെ അക്കാലത്ത് സൂപ്പർ ഹിറ്റായ 2 പാട്ടുകളും ഒപ്പം ടെൻഷൻ ബിൽഡ് ചെയ്ത് അത്യാവശ്യം നമ്മളെ പേടിപ്പിക്കുന്ന രംഗങ്ങളും ഈ സിനിമയ്ക്കകത്തുണ്ട്. തുടരും എന്ന സിനിമയിലൂടെ ഒരു പ്രോപ്പർ കൊമേഴ്സ്യൽ നായകനായ മോഹൻലാലിനെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് ഇതുപോലൊരു ഐറ്റമാണ്.